ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു വാട്ടർ പ്രൂഫിങ്ങിൻ്റെ വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളിൽ പലരുടെയും വീടുകളിൽ ഇതുപോലെ റൂഫിംഗ് ടൈലുകൾ ഇട്ടിട്ടുണ്ടാവാം. എന്നാൽ ആദ്യത്തെ ഭംഗി പിന്നീട് ഒരു ബുദ്ധിമുട്ടായി വരാറുണ്ട്. കാരണം നമ്മുടെ നാട്ടിൽ സ്ഥിരമായി നിൽക്കുന്ന മഴ കാരണം കാലക്രമേണ ടൈലുകളുടെ ജോയിൻറ്റിൽ കൂടി വെള്ളം ഉള്ളിലേക്ക് ഇറങ്ങുകയും അത് സീലിങ്ങിൽ ചോർച്ച ഉണ്ടാക്കുകയും അതിനോട് ചേർന്നുള്ള ചുവരുകളിൽ പെയിൻറ്റ് പൊള്ളി ഇളകുന്നതിനും സാധ്യതയുണ്ട്. ഇങ്ങനെ ഉണ്ടാകുമ്പോൾ സാധാരണഗതിയിൽ പലരും റൂഫിംഗ് ഷീറ്റുകൾ ഇടാറുണ്ട്. എന്നാൽ പ്രശ്നം പരിഹരിക്കുമെങ്കിലും വീടിൻ്റെ ഭംഗി അതോടെ നഷ്ടമാകാനും സാധ്യതയുണ്ട്. എന്നാൽ ഇതൊന്നും ചെയ്യാതെ തന്നെ നമുക്ക് വാറണ്ടിയോടുകൂടി തന്നെ ഈ പ്രശ്നം പരിഹരിക്കും. വീഡിയോ കാണാം. അതിനായിട്ട് നമ്മളിന്ന് ഒരു വീട്ടിൽ തന്നെ രണ്ട് രീതിയിലുള്ള വാട്ടർ പ്രൂഫിംഗ് മെത്തേഡാണ് ചെയ്യുന്നത്. രണ്ട് മെറ്റീരിയൽ ഉപയോഗിച്ചുള്ള, അതായത് റൂഫ് സീൽ സെലക്ട് എന്ന പ്രോഡക്റ്റും റൂഫ് സീൽ ക്ലാസിക് എന്ന പ്രോഡക്റ്റും ഉപയോഗിച്ചാണ് നമ്മളിന്ന് വാട്ടർ പ്രൂഫിംഗ് ചെയ്യുന്നത്. നമ്മൾ ഈ കാണുന്ന പോർഷനിലൊക്കെ റൂഫ് സീൽ ക്ലാസിക് എന്ന പ്രൊഡക്റ്റാണ് ഉപയോഗിക്കുന്നത്. അതേസമയം താഴെയുള്ള ബാൽക്കണിയിൽ ടൈലിട്ടിരിക്കുന്ന ഭാഗങ്ങളുണ്ട്, അവിടെയെല്ലാം നമ്മൾ റൂഫ് സീൽ സെലക്ട് എന്ന പ്രോഡക്റ്റുമാണ് ഉപയോഗിക്കുന്നത്. ഈ റൂഫ് സീൽ സെലക്റ്റിന് 10 വർഷത്തെ കമ്പനി വാറണ്ടിയും അതുപോലെ തന്നെ റൂഫ് സീൽ ക്ലാസിക്കിന് 7 വർഷത്തെ കമ്പനി വാറണ്ടിയും നൽകുന്നു. ഒരു നിശ്ചിത സ്ക്വയർ ഫീറ്റിന് മുകളിൽ ഏരിയ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കമ്പനി നേരിട്ട് തന്നെ വാറണ്ടി നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം റൂഫ് സീൽ സെലക്ട് എന്ന പ്രോഡക്റ്റ് ആപ്ലിക്കേഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ഈ ടൈലിട്ടയ്ക്കുന്ന പോർഷനിലാണ് നമ്മളിത് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ടൈലിൻ്റെ ജോയിൻറ്റ് വരുന്ന ഭാഗങ്ങൾ കട്ടർ മെഷീൻ ഉപയോഗിച്ച് കട്ട് ചെയ്ത് എടുക്കണം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, മിക്ക സ്ഥലങ്ങളിലും ഇതുപോലെയുള്ള റൂഫുകളിൽ വാട്ടർ ടാങ്ക് വയ്ക്കുന്നത് തറയിലായിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് വെള്ളം അതിന് അടിഭാഗത്ത് തങ്ങി നിൽക്കാനും അതുവഴി ഉള്ളിലേക്ക് വെള്ളം ലീക്കേജ് ഉണ്ടാകാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ടാങ്ക് വയ്ക്കുന്നത് നമ്മുടെ GI പൈപ്പിൽ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കി അതിന് പുറത്ത് വയ്ക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ കട്ടർ മെഷീൻ ഉപയോഗിച്ച് ഇതേ രീതിയിൽ നല്ല രീതിയിൽ കട്ട് ചെയ്ത് ഗ്യാപ്പ് ഉണ്ടാക്കി എടുക്കണം. അതിനുശേഷം നല്ലതുപോലെ പ്രഷർ വാഷർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്ത് ഇതിൻ്റെ ഗ്യാപ്പിൻ്റെ ഉള്ളിലുള്ള മണ്ണും പൊടിയും എല്ലാം നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് കളഞ്ഞതിന് ശേഷം നമ്മൾ ഇതാ കണ്ടില്ലേ, ഈ ബ്ലേഡ് താഴ്ത്തുമ്പോൾ കിട്ടുന്ന അത്രയും ഒരു ഗ്യാപ്പ് നമുക്കിത് കിട്ടണം. അതിനുശേഷം കണ്ടില്ലേ, നമ്മൾ വാട്ടർ ടാങ്ക് GI പൈപ്പിൽ നല്ലൊരു സ്റ്റാൻഡ് ഉണ്ടാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റാൻഡ് വയ്ക്കുന്നതിന് അടിഭാഗത്തും ഇതുപോലെ തന്നെ വാട്ടർ പ്രൂഫിംഗ് ആദ്യം അടിച്ചതിന് ശേഷം ടാങ്ക് വയ്ക്കേണ്ടതാണ്. നമ്മൾ പിന്നെ ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് എടുക്കുന്നത് URP, ഡോക്ടർ ഫിക്സിറ്റിൻ്റെ തന്നെ URPയും ഗ്രേ സിമൻറ്റ്, സാധാ സിമൻറ്റും തമ്മിൽ നല്ല രീതിയിൽ മിക്സാക്കി, ഒത്തിരി ലൂസായി പോകാതെ ഒരുവിധം ടൈറ്റ് ആകത്തക്ക രീതിയിൽ മിക്സാക്കിയിട്ട് ഈ ഗ്യാപ്പിനുള്ളിൽ നല്ലതുപോലെ തന്നെ ബ്ലേഡിന് പ്രസ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്ത് എടുക്കണം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മളിത് ഫില്ല് ചെയ്യുമ്പോൾ ഒരു ഭാഗത്തും ഗ്യാപ്പുകൾ വിട്ടു പോകാത്ത രീതിയിൽ എല്ലാ ഭാഗത്തും അത് ഫില്ലായി എന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രമേ അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ പോകാവൂ. നല്ല വെയിലുള്ള സമയത്ത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉചിതം. ഇതിൻ്റെ ഉള്ളിലെ ഈർപ്പമോ അങ്ങനെയുള്ള ഒന്നും നിൽക്കാത്ത രീതിയിൽ നല്ല ഡ്രൈ ആയിരിക്കുമ്പോൾ തന്നെ ഇത് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ സ്ഥിരമായി മഴ നിൽക്കുന്ന സാഹചര്യത്തിലാണെങ്കിൽ നമ്മൾ ഇതുപോലെ ഈ ഗ്യാപ്പുകളെല്ലാം കട്ടർ മെഷീൻ ഉപയോഗിച്ച് കട്ട് ചെയ്തതിന് ശേഷം ഉള്ളിലുള്ള ഈർപ്പം ജലാംശം വലിഞ്ഞ് പുറത്ത് പോയതിന് ശേഷം മാത്രം നമ്മൾ ഈ രീതിയിൽ ഗ്യാപ്പ് ഫില്ല് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഉള്ളിലുള്ള വെള്ളം അങ്ങനെ തങ്ങി നിൽക്കാനും അത് പിന്നെ തട്ടിലുള്ള കമ്പിയെല്ലാം ദ്രവിച്ച് പോകാനും ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിലുള്ള ഉണങ്ങാനുള്ള ടൈം കൊടുത്തിട്ട് വേണം നമ്മൾ ഈ രീതിയിൽ ചെയ്യുവാനായിട്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ 1-2 ദിവസം ഉണങ്ങാനായിട്ട് റെസ്റ്റ് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ മിക്സി ചെയ്യാൻ ഉപയോഗിച്ചതുപോലെ തന്നെ URPയും സിമൻറ്റും കുറച്ച് ലൂസാക്കി മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ രീതിയിൽ ബ്രഷിന് കംപ്ലീറ്റ് ആയിട്ട് ഇതിൻ്റെ പുറത്ത് 2 കോട്ട് മൊത്തത്തിൽ അടിച്ച് കവർ ചെയ്തെടുക്കണം. അങ്ങനെ 2 കോട്ടും അടിച്ച് ഫിനിഷാക്കിയതിന് ശേഷം 1-2 ദിവസത്തെ ഉണങ്ങാനുള്ള സാവകാശം കൊടുത്ത് നല്ല ഉണങ്ങിയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മൾ ഇതിൻ്റെ പുറത്ത് ഉപയോഗിക്കുന്നത് പ്രൈം സീലാണ്.
ഡോക്ടർ ഫിക്സിറ്റിൻ്റെ തന്നെ പ്രൈം സീൽ എന്ന ഒരു പ്രൈമർ കോട്ടിംഗ് ആണ് ആദ്യം ഇതിൻ്റെ പുറത്ത് അപ്ലൈ ചെയ്യുന്നത്. അത് ഒരു കോട്ട് നമ്മൾ അപ്ലൈ ചെയ്താൽ മതിയാകും. ഇത് നമ്മൾ മിക്സ് ചെയ്യുന്നത് 1 ലിറ്ററിൽ 30% വെള്ളം എന്ന രീതിയിൽ ചേർത്ത് മിക്സ് ചെയ്ത് നമുക്ക് ഈ രീതിയിൽ അപ്ലൈ ചെയ്യാം. മറ്റൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. ഇനി നമ്മളിത് ഉണങ്ങി നല്ല കംപ്ലീറ്റ് ആയതിനു ശേഷം അടുത്ത നമ്മളിതിൻ്റെ പുറത്ത് ഉപയോഗിക്കുന്ന പ്രോഡക്റ്റാണ് റൂട്ട് സീൽ സെലക്ട് എന്നുള്ള പ്രോഡക്റ്റ്. 10 വർഷത്തെ വാറൻറ്റി കമ്പനി നൽകുന്നുണ്ട്. അപ്പോൾ ഇത് ഡയറക്റ്റായിട്ട് തന്നെ 3 കോട്ടാണ് നമ്മൾ ഈ ടൈലിൻ്റെ പുറത്ത് അപ്ലൈ ചെയ്യുന്നത്. അത് സർഫസിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും നമ്മൾ ഇതിൻ്റെ കോട്ടിങ്ങിൻ്റെ എണ്ണം വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ നല്ല ലീക്കേജ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് പ്രൊട്ടക്ഷൻ കൂടുതൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് 3 കോട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് കോട്ട് ഡയറക്റ്റ് തന്നെയാണ്. അതുപോലെ തന്നെയാണ് മറ്റ് 2 കോട്ടും ഡയറക്റ്റ് തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. നല്ല തിക്കായിട്ട് അപ്ലൈ ചെയ്യണം. നമ്മൾ പെയിൻറ്റ് ചുവരിൽ അടിക്കുന്നത് പോലെ അടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ തിക്നെസ് കുറയാനും അതുകൊണ്ട് അതിൻ്റെ ആ ഒരു പറയുന്ന ഒരു ക്വാളിറ്റി കിട്ടുകയുമില്ല. അങ്ങനെ ഒരു കോട്ട് കംപ്ലീറ്റ് ആയിട്ട് അടിച്ചതിന് ശേഷം വീണ്ടും അത് നല്ല രീതിയിൽ ഉണങ്ങാനുള്ള ഒരു സാവകാശം കൊടുക്കുക. അതിനുശേഷം വീണ്ടും നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ രണ്ടാമത്തെ കോട്ട് ഡയറക്റ്റായിട്ട് തന്നെ വീണ്ടും ഇതിൻ്റെ പുറത്ത് ഈ രീതിയിൽ അപ്ലൈ ചെയ്യണം. അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ 20 ലിറ്ററിൻ്റെ ഒരു ഡ്രമ്മ് മെറ്റീരിയൽ കൊണ്ട് 140 സ്ക്വയർ ഫീറ്റിനകത്ത് അടിക്കണം. അതായത് 140 സ്ക്വയർ ഫീറ്റിന് പുറത്ത് പോകാത്ത രീതിയിൽ വേണം നമ്മളിത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഇങ്ങനെയുള്ള മെറ്റീരിയലൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു എക്സ്പെർട്ടിനെ കൊണ്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലാതെ നമ്മൾ സാധാ ചുവരൊക്കെ അടിച്ച് അല്ലെങ്കിൽ പെയിൻറ്റിങ്ങിൽ മാത്രം ചെയ്തിട്ടുള്ള ഒരാൾ ഇത് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഒരു കവറേജിനുള്ളിൽ നമുക്കിത് നിർത്താൻ പറ്റത്തില്ല. അപ്പോൾ കുറച്ചുകൂടെ ഏരിയ കൂടുതലായിട്ട് പോകും. അങ്ങനെ ഏരിയ കൂടുന്തോറും ഈ മെറ്റീരിയലിൻ്റെ ഫിലിമിന് തിക്നെസ് കുറയുകയും നമ്മൾ വിചാരിക്കുന്ന ക്വാളിറ്റി ഇതിന് കിട്ടുകയുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നല്ല എക്സ്പെർട്ടായിട്ടുള്ള ഒരാളെ കൊണ്ട് തന്നെ ഇത് ചെയ്യിക്കാൻ ശ്രമിക്കുക. ഞാൻ ഈ പറഞ്ഞ ഒരു റേഷ്യോ എന്ന് പറയുമ്പോൾ 20 ലിറ്റർ കൊണ്ട് 3 കോട്ട് അടിക്കുമ്പോഴാണ് ഈ 140 സ്ക്വയർ ഫീറ്റിനകത്ത് നിർത്തുക എന്ന് പറയുന്നത്. അപ്പോൾ അല്ലാതെ ഒരു കോട്ട് അടിക്കുമ്പോഴല്ല ഈ 140 സ്ക്വയർ ഫീറ്റ് കിട്ടുക. 3 കോട്ടും അടിക്കുമ്പോഴാണ് നമുക്ക് ഈ 140 സ്ക്വയർ ഫീറ്റിനകത്ത് നിർത്തേണ്ടത്. അങ്ങനെ രണ്ടാമത്തെ കോട്ടും നല്ല രീതിയിൽ തന്നെ എല്ലാ ഭാഗത്തും അടിച്ചതിന് ശേഷം ഇതുപോലെ നല്ല രീതിയിലുള്ള ഉണങ്ങാനുള്ള സാവകാശം കൊടുത്തതിന് ശേഷം വീണ്ടും അടുത്ത് അതിൻ്റെ പുറത്ത് 3ാമത്തെ കോട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ 2 കോട്ട് അടിക്കുമ്പോൾ തന്നെ നല്ലൊരു വൈറ്റ് കളറും നമുക്കിനി ഇതിൽ കളറ് മാറ്റം വരുത്തുകയാണെങ്കിൽ കളറ് നമുക്ക് ചേഞ്ച് ചെയ്യാം. അങ്ങനെ വരുമ്പോൾ കമ്പനി അവകാശപ്പെടുന്ന പോലെ 10 ഡിഗ്രി വരെ ചൂട് നമുക്ക് സർഫസിനേക്കാളും ഉള്ളിൽ ചൂട് കുറവായിരിക്കും. 10 ഡിഗ്രി വരെ നമ്മളിതിൽ കളറ് ചേർക്കുമ്പോൾ അതിൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവും. പക്ഷേ വൈറ്റ് ആകുമ്പോൾ കറക്റ്റായിട്ട് 10 ഡിഗ്രി വരെ ചൂട് നമുക്കുള്ളിൽ കുറവായിരിക്കും. അതെല്ലാം നമുക്ക് ഇഷ്ടമുള്ള കളർ ഏത് വേണമെങ്കിലും ഇതിൽ മിക്സ് ചെയ്തും അടിക്കാനുള്ള ഓപ്ഷൻ കമ്പനി നൽകുന്നുണ്ട്. അപ്പോൾ 3ാമത്തെ കോട്ടും ഇതുപോലെ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ കംപ്ലീറ്റ് വാട്ടർ പ്രൂഫിങ് ആവുന്നുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ ഇതുപോലെയുള്ള ടൈലൊക്കെ ഇട്ടിട്ട് ലീക്കേജ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു മെത്തേഡ് തന്നെ ചെയ്യാവുന്നതാണ്. ഇത് 100% സക്സസ് ആയിട്ടുള്ള ഒരു മെത്തേഡ് തന്നെയാണ്. ഞങ്ങൾ ഈ വർക്ക് ചെയ്യുന്നത് കമ്പനി ടെക്നീഷ്യന്മാരുടെ നിർദ്ദേശാനുസരണം മാത്രമാണ് നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കമ്പനി നേരിട്ട് നമുക്ക് വാറൻറ്റിയും നൽകുന്നുണ്ട്. നമുക്കെന്ന് പറയുമ്പോൾ ഇത് ചെയ്യുന്ന ഞങ്ങൾക്കല്ല വാറൻറ്റി നൽകുന്നത്, നിങ്ങൾക്കാണ്. ഇത് ചെയ്യുന്ന വീട്ടുകാർക്കോ സ്ഥാപനത്തിനോ ആയിരിക്കും കമ്പനി വാറൻറ്റി നൽകുക. അപ്പോൾ ഫൈനൽ റിസൾട്ട് എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ, ഇതുപോലെ നമ്മൾ ടൈലിട്ട് മൊത്തവും അഴുക്കും പിടിച്ച് കിടന്നിരുന്ന ഒരു സർഫസാണ് ഇപ്പോൾ ഈ കാണുന്ന പോലെ മനോഹരമായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് ചെയ്യാനുള്ള ഇത് മെയിൻ റൂഫാണ്. അപ്പോൾ അതിൽ ഇതുപോലെ കണ്ടില്ല, പൊട്ടിപ്പൊളിഞ്ഞ് നാശമായിട്ടൊക്കെ കിടക്കുന്നുണ്ട്. ഇവിടെയും നമ്മൾ ഈ വാട്ടർ ടാങ്കുകൾ മൊത്തവും GI പൈപ്പിൽ സ്റ്റാൻഡ് ചെയ്ത് അതിൻ്റെ പുറത്ത് നമ്മൾ വച്ചതിന് ശേഷം മാത്രമായിരിക്കും വാട്ടർ പ്രൂഫിങ് ചെയ്യുന്നത്.
ഇതുപോലെ ഏതെങ്കിലും നിങ്ങളുടെ വീടുകളിൽ ഇതുപോലെ ടാങ്ക് തറയിലിരിക്കുകയാണെങ്കിൽ ഞാൻ ഇത് കാണിച്ചതുപോലെ തന്നെ മൊത്തം പൊട്ടിപ്പൊളിഞ്ഞ് നാശമാകുന്നതായിരിക്കും. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതുപോലെ നല്ല 2 സ്റ്റാൻഡ് ഉണ്ടാക്കി അതിൻ്റെ പുറത്ത് ഈ ടാങ്കുകൾ വയ്ക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഈ സ്റ്റാൻഡ് വയ്ക്കുമ്പോഴും ഇതിൻ്റെ അടിയിൽ നമ്മൾ ഇതുപോലെ വാട്ടർ പ്രൂഫിങ് ചെയ്തതിന് ശേഷം മാത്രം സ്റ്റാൻഡ് അതിൻ്റെ പുറത്ത് വയ്ക്കുക. അതിനുശേഷം ഇതുപോലെ ടാങ്ക് സെറ്റ് ചെയ്ത് വയ്ക്കണം. ഒരിക്കലും തറയിൽ ഡയറക്റ്റായിട്ട് ടാങ്ക് കോണ്ടാക്റ്റ് വരത്തക്ക രീതിയിൽ വയ്ക്കരുത്. അപ്പോൾ ഇവിടെയും നല്ല രീതിയിലുള്ള ഡാമേജൊക്കെ ഉണ്ട്. കണ്ടില്ലേ, മൊത്തവും പൊട്ടിപ്പൊളിഞ്ഞ് വിള്ളലൊക്കെ വീണ് കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഇതിന് പരിഹാരമായിട്ട് നമ്മൾ ഈ ചെയ്യുന്നത് PU സീലൻറ്റ് എന്ന് പറയുന്ന ഡോക്ടർ ഫിക്സിറ്റിൻ്റെ തന്നെ ഒരു പ്രോഡക്റ്റാണ്. ഇത് വെച്ചാണ് നമ്മൾ ഇതെല്ലാം ഫില്ല് ചെയ്യുന്നത്, ഈ ഗ്യാപ്പുകൾ. ഇതുപോലെ ഇത് നമുക്ക് ഈ സിലിക്കോൺ ഗണ്ണ് പോലെയുള്ള ഗണ്ണിൽ കയറ്റിയും നമുക്കിത് പ്രസ് ചെയ്ത് ഇതിൻ്റെ ഗ്യാപ്പുകൾ അടയ്ക്കാം. അപ്പോൾ ഇത് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ രീതിയിൽ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു നല്ലൊരു പ്രോഡക്റ്റാണ്. ഇങ്ങനെയുള്ള ഗ്യാപ്പുകളൊക്കെ നമുക്ക് ഇത് വെച്ച് ഫില്ല് ചെയ്യാം. അതുപോലെ തന്നെ റൂഫിൽ ആണെങ്കിൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വൈറ്റ് സിമെൻറ്റും URP ആണെങ്കിലോ അല്ലെങ്കിൽ ഗ്രേ സിമെൻറ്റും സാധാ സിമെൻറ്റും URPയും കൂടെ ആണെങ്കിലും മിക്സ് ചെയ്ത് നമുക്ക് ഇതുപോലെയുള്ള ഗ്യാപ്പുകൾ, വലിയ ഗ്യാപ്പുകളൊക്കെ ഫില്ല് ചെയ്യാം. ചെറിയ ഗ്യാപ്പുകൾ വേണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ PU സീലൻറ്റ് വെച്ച് ഫില്ല് ചെയ്യാം. അപ്പോൾ ഒത്തിരി ഇതുപോലെയുള്ള മെറ്റീരിയലുകളുണ്ട് ഈ ഗ്യാപ്പുകൾ ഫില്ല് ചെയ്യാനുള്ളത്. അപ്പോൾ അത് നമ്മൾ സർഫസിന് അനുസരിച്ച് അത് മെറ്റീരിയലിട്ട് ഫില്ല് ചെയ്യണം എന്നുള്ളത് നമുക്ക് തന്നെ തീരുമാനിക്കേണ്ടതാണ്. അപ്പോൾ ഇതാ കണ്ടില്ലേ ഇതുപോലെ. പക്ഷേ നല്ല രീതിയിൽ പ്രഷർ വാഷൊക്കെ ഉപയോഗിച്ച് ക്ലീൻ ആക്കണം. ഞാൻ ക്ലീൻ ആക്കുന്ന വീഡിയോ ഒന്നും ഞാനിതിൽ കാണിച്ചിട്ടില്ല. അതിന് പ്രത്യേകിച്ച് അങ്ങനെ കാണിക്കേണ്ട കാര്യമില്ല എന്ന് ഉള്ളതുകൊണ്ട് തന്നെ നമ്മളത് ചെയ്തിട്ടില്ല. ഇതിന് മുന്നേയും നമ്മൾ ഈ ഡോക്ടർ ഫിക്സിറ്റിൻ്റെ റൂഫ് സീൽ ക്ലാസിക് എന്നുള്ള പ്രോഡക്റ്റ് കൊണ്ടുള്ള വാട്ടർ പ്രൂഫിങ് ചെയ്തിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ അപ്പോൾ നമുക്ക് ഇതിലിപ്പോൾ ഗ്യാപ്പുകളെല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ ഫസ്റ്റ് കോട്ട് ഇതുപോലെ തന്നെ 2:1 എന്നുള്ള രീതിയിൽ റൂഫ് സീൽ ക്ലാസിക് എന്ന പ്രോഡക്റ്റ് മിക്സ് ചെയ്ത് ഇതുപോലെ ഒരു കോട്ട് ബ്രഷിന് ഫസ്റ്റ് കോട്ട് നമ്മൾ ബ്രഷിന് അടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഇതുപോലെ ബ്രഷിനെ കംപ്ലീറ്റ് അടിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ റൂഫിൽ നമ്മൾ ചെയ്യുമ്പോൾ നല്ല വെയിലാണെങ്കിൽ കുറച്ച് വെള്ളം ഇതുപോലെ കുടഞ്ഞു കൊടുക്കേണ്ടതായിരിക്കും. നല്ല ഒത്തിരി ഡ്രൈ ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ പ്രൈമർ കോട്ട് അടിക്കരുത്. അപ്പോൾ ചെറിയ രീതിയിൽ വെള്ളത്തിൻ്റെ ഒരു കണ്ടൻറ്റ് അതിൽ ഉണ്ടായിരിക്കുന്നത് നന്നായിരിക്കും. ഇത് കുറച്ച് ചെറുതായിട്ട് വെള്ളം കുടഞ്ഞിട്ട് നമുക്ക് ഫസ്റ്റ് കോട്ട് ബ്രഷിന് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വീഡിയോ മുന്നേ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഓട്ടിച്ച് കാണിക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കോട്ട് അപ്ലൈ ചെയ്ത് നല്ല രീതിയിൽ ഉണങ്ങിയതിന് ശേഷം നമ്മൾ അടുത്ത സെക്കൻഡ് കോട്ട് എന്ന് പറയുമ്പോൾ ഡയറക്റ്റായിട്ട് 2 കോട്ട്, അതായത് ടോട്ടൽ 3 കോട്ട്, അതിൽ ഒരു കോട്ട് പ്രൈമർ കോട്ട് 2:1 എന്നുള്ള രീതിയിൽ മിക്സ് ചെയ്ത് പ്രൈമർ കോട്ടായിട്ടും അടുത്ത 2 കോട്ട് ഡയറക്റ്റായിട്ടും അപ്ലൈ ചെയ്യണം. ഇതിൻ്റെ ഒരു അളവെന്ന് പറയുമ്പോൾ 20 ലിറ്ററിൻ്റെ മെറ്റീരിയൽ കൊണ്ട് നമുക്ക് 250 സ്ക്വയർ ഫീറ്റ് വരെ കവർ ചെയ്യാൻ പറ്റും. അതായത് ഇതുപോലെ ഒരു പ്രൈമർ കോട്ടും 2 കോട്ട് ഡയറക്റ്റായിട്ടുള്ള ആപ്ലിക്കേഷനും കൂടി ചേർത്തിട്ടാണ് ഞാൻ ഈ ഒരു അളവ് പറയുന്നത്. അപ്പോൾ ഒരു ടിന്ന് കൊണ്ട് തന്നെ 250 സ്ക്വയർ ഫീറ്റ് കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ വേണം നമ്മളിത് അപ്ലൈ ചെയ്യേണ്ടത്. പിന്നെ ഞങ്ങളുടെ സേവനം ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം. ഞാൻ നമ്പർ സ്ക്രീനിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക. കമ്പനിയുടെ നിർദ്ദേശാനുസരണം തന്നെ നമ്മൾ ഈ വർക്ക് ചെയ്തു തരുന്നതായിരിക്കും. അത് കേരളത്തിൽ എവിടെയാണെങ്കിലും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മളങ്ങനെ ഫസ്റ്റ് പ്രൈമർ കോട്ടും അതിൻ്റെ പുറത്ത് ടോപ്പ് കോട്ട് ഒരു കോട്ടും അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പുറത്ത് ഒരു കോട്ടും കൂടെ, അങ്ങനെ ടോട്ടൽ 3 കോട്ടാണ് നമ്മൾ ആപ്ലിക്കേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ 3ാമത്തെ കോട്ടാണ് നമ്മൾ അടിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മറ്റൊരു വീഡിയോ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ തീർച്ചയായിട്ടും കാണുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഞാൻ ഉറപ്പായിട്ടും മറുപടി തരും. അങ്ങനെ നമ്മൾ 3 കോട്ടും അടിച്ച് ഫിനിഷാക്കിയിട്ടുണ്ട്. നമ്മുടെ വാട്ടർ പ്രൂഫിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു റിസൾട്ടാണ് കിട്ടുന്നത്. ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ നല്ല രീതിയിലുള്ള ഒരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ കണ്ടില്ലേ, ഞാൻ ആദ്യം നമ്മൾ കാണിച്ചപ്പോൾ നിറച്ചും ഇവിടെയൊക്കെ പൊട്ടലുകളും ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം തന്നെ നല്ല രീതിയിൽ കവറായിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെ ഒരു പൊട്ടലോ അതിൻ്റെ ഒരു പാടോ ഒന്നും തന്നെ നമുക്ക് കാണാൻ സാധിക്കില്ല.
അപ്പോൾ ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും നമുക്ക് റൂഫിംഗ് ഷീറ്റുകളോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, വീടിൻ്റെ ഭംഗി നഷ്ടമാവുകയില്ല. നമുക്ക് വാറൻറ്റിയോട് കൂടി തന്നെ ഈ ഒരു പ്രശ്നം പരിഹരിക്കാനും സാധിക്കും. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ.